മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. നമുക്കറിയാം പാസ്റ്റ് ടെൻസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ 4 ഫോംസിനെ കുറിച്ച് ഷോർട്ടായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് സിമ്പിൾ പാസ്റ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഇപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് നടന്ന, അതായത് ഇന്നലെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ്. അതിൽ ആദ്യത്തെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഹി വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അവൻ ഇന്നലെ സ്കൂളിലേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ അവൻ ഇന്നലെ സ്കൂളിലേക്ക് പോയി. ഇത് കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എക്സാമ്പിൾ ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലസ്, ഇതിന്റെ ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്റ്റിന്റെ ഒപ്പം വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഗോ എന്ന് പറഞ്ഞാൽ പോകുക എന്നാണ്. അത് V1 ആയിട്ട് വരും. വെന്റ്, WENT, വെന്റ് പോയി, ഗോൺ V3 ആയിട്ട് വരാം. അപ്പൊ ഇവിടെ ഹി വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, ഹി വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഐ വന്നാൽ, ഏത് സബ്ജക്ട് വന്നാലും സെക്കൻഡ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, ഷീ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, രാജു വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, ലത വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, we went to school yesterday, they went to school yesterday, you went to school yesterday. അപ്പോൾ ഏത് സബ്ജക്റ്റിനാണെങ്കിലും അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒക്കെ നമുക്ക് എന്താ പറയുക, സെക്കൻഡ് ഫോം ഓഫ് ദ വെർബാണ് വരിക. അപ്പോൾ ഇവിടെ ഡിഡ് പ്ലസ് ഗോയാണ് വെന്റ് എന്നുള്ള രീതിയിൽ. ഗോയുടെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? അപ്പോൾ അവിടെ ഡിഡ് ഉപയോഗിക്കേണ്ടി വരും ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ഇവിടെ അവൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നോ എങ്ങനെ ചോദിക്കാം? ഡിഡ് ഹി ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. അവൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നോ. നീ ഇന്നലെ സ്കൂളിൽ പോയിരുന്നോ, അല്ലെങ്കിൽ നീ ഇന്നലെ സ്കൂളിൽ പോയി എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറെ യൂസേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്നും നമ്മളിവിടെ പറയുന്നില്ല. വളരെ ഷോർട്ട് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റു അവസരത്തിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അടുത്തത് ഹി റോട്ട് എ ലെറ്റർ. അവൻ ഒരു ലെറ്റർ എഴുതി. റൈറ്റ് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. WRIT റൈറ്റ് എഴുതുക, WROT റോട്ട് എഴുതി, WRITTES റിട്ടൺ എന്ന് പറയുന്നതിന്റെ V3 ഫോം ആണ്. അവൻ ഒരു ലെറ്റർ എഴുതി. ഓക്കെ, അപ്പൊ അവൻ ലെറ്റർ എഴുതിയോ എന്ന് ഞാൻ ചോദിക്കാം. ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ? ഓക്കെ, ഇനി ഐ ബോട്ട് എ പെൻ. ഞാനൊരു പേന വാങ്ങി. ബോട്ട് എന്ന് പറയുന്ന ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ബൈ എന്ന് പറയുന്നത് വാങ്ങുക. വാങ്ങുക എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട് എന്ന് പറയുന്നത്. ബൈ ബോട്ട് ബോട്ട്. ഐ ബോട്ട് എ പെൻ, ഷീ ബോട്ട് എ പെൻ, രാജു ബോട്ട് എ പെൻ, ലത ബോട്ട് എ പെൻ, വി ബോട്ട് എ പെൻ, ദേ ബോട്ട് എ പെൻ. ഓക്കെ, ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ്. പിന്നെ എപ്പോഴും ആ സെന്റൻസിൽ അത് കഴിഞ്ഞതിനെ സൂചിപ്പിക്കാനായിട്ട് യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ഡേ ബിഫോർ യെസ്റ്റർഡേ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസോമ സൈനിങ് ഔട്ട്.